ഇവിടെ സമാപിക്കുകയാണ്. ഉദ്ഘാടനം പോലെ തന്നെ സമാപനത്തിന് പ്രത്യേക ചടങ്ങുകളൊന്നുമില്ല. എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുക മാത്രമേ ഉള്ളൂ. കൊല്ലത്ത് വൻപിച്ച ജനപങ്കാളിത്തമായിരുന്നു ജനസമ്പർക്ക പരിപാടിയിലുണ്ടായത്. 13ാമത്തെ ജില്ലയാണ് കൊല്ലം. മറ്റ് 12 ജില്ലകളിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ പുതിയ പരാതികളാണ് ഇവിടെ വന്നത്. ആ വളരെയേറെ ജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടാക്കിയ ഒരു പ്രശ്നങ്ങൾ ഒഴിച്ചാൽ എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ മുമ്പോട്ട് പോയി. നമ്മൾ ഇപ്രാവശ്യം ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും വ്യത്യസ്തമാക്കിയത് ജനങ്ങൾ അധികം കാത്തു നിൽക്കരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷെ എന്നാലും അത് വേണ്ടത്ര ഫലപ്രദമാകുന്നില്ല. നമ്മൾ പ്രത്യേകമായി ക്ഷണിച്ച് വരുത്തുന്നവരെ പോലും 4 സമയങ്ങളിലായിട്ടാണ് നോട്ടീസ്. 9 മണി, 11 മണി, 2 മണി, 4 മണി. പുതിയ പരാതിക്കാരോട് 1 മണിക്കും 6 മണിക്കും വരാനാണ് പറയുന്നത്. എന്നെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നുള്ള പുതിയ പരാതിക്കാർ 6 മണിക്ക് ശേഷം മാത്രമേ സൗകര്യം ഉണ്ടാകൂ എന്ന് വ്യക്തമാക്കിയിട്ടും എല്ലാവരും നല്ലൊരു പങ്ക് ആൾക്കാരും രാവിലെ തന്നെ ഇങ്ങെത്തിയത് നമുക്ക് കുറെ അധികം പ്രയാസങ്ങൾ ഉണ്ടാക്കി. പ്രത്യേകിച്ച് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകളൊക്കെ രാവിലെ തന്നെ എത്തി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും നടക്കാതെ പോയതാണ്. പക്ഷെ അതുകൊണ്ടാണ് ശ്രീ ഷിബു ബേബി ജോണും ശ്രീ കൊടിക്കുന്ന സുരേഷും ജനസമ്പർക്ക പരിപാടി തുടങ്ങി 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പന്തലിന് പുറത്ത് വന്നിട്ടുള്ള വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നിട്ടുള്ള പരാതിക്കാരെ കാണാൻ പോയി. അവസാനം വരെ അവർ ആ ജോലി ഏറ്റവും നല്ല നിലയിൽ നിറവേറ്റുകയാണ് ചെയ്തത്. അതുപോലെ തിരക്ക് കൂടിയപ്പം സാധാരണ 1 മണിക്ക് പരാതി വാങ്ങുന്നത് 11 മണിക്ക് തന്നെ പരാതി വാങ്ങാൻ തുടങ്ങി. 1 മണിക്കൂർ വാങ്ങിക്കഴിഞ്ഞപ്പോൾ പരാതിയിൽ ഒന്നും ആയിട്ടില്ലെന്ന് കണ്ടപ്പോഴാണ് ഞാൻ പരാതി വാങ്ങുന്നത് നിർത്തി മറ്റ് നേരത്തെ വിളിച്ചു വരുത്തിയവരെ കാണുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് പോകുന്നതും ശ്രീ പീതാംബരക്കുറുപ്പ് പുതിയ പരാതികൾ വാങ്ങുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. പക്ഷേ പരാതി വാങ്ങൽ ഏതാണ്ട് 6 മണി വരെ തുടർച്ചയായി തുടരുകയാണ് ചെയ്തത്. ഏതായിരുന്നാലും ഏറ്റവും നല്ല നിലയിൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ജില്ലാ കളക്ടർ ശ്രീ മോഹന്റെ നേതൃത്വത്തിൽ ഈ ജില്ലയിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഒരു മനസ്സുപോലെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. മന്ത്രിമാരും MLA-മാരും MP-യും ഒക്കെ അടക്കം എല്ലാ ജനപ്രതിനിധികൾ, ത്രിതല പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇതിൽ ശരിയായ പങ്കാളിത്തവും നേതൃത്വവും വഹിച്ചു. എല്ലാവരും കൂടി ചേർന്നപ്പോൾ ഇതൊരു വലിയ വിജയമായി മാറി. അവരോട് ഓരോരുത്തരോടും ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. ഒരു കാര്യം മാത്രം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ജനസമ്പർക്ക പരിപാടി ഇവിടെ സമാപിക്കുകയല്ല, ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. 27,000-ൽ പരം പരാതികൾ ഇവിടെ ഇന്ന് വന്നു. ആ പരാതികൾ തരാൻ ഇവിടെ വന്നവർ കാണിച്ച ഉത്സാഹവും അത് നേരിട്ട് തരാൻ വേണ്ടി അവർ കാത്തിരുന്നതും എല്ലാം നമ്മൾ കണ്ടു.
വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട വിധത്തിൽ ചെയ്യാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്, നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്. അതിന് എല്ലാവരുടെയും സഹകരണം അതിനുവേണ്ടിയും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നുള്ളത് എനിക്ക് കുറെ നേരത്തെ കിട്ടിയ കണക്കാണ്. 33,000 പരാതികൾ കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. ജില്ലാ കളക്ടർ പറഞ്ഞതാണ്. അത് മറ്റ് ജില്ലകളെ ആയിട്ട് വെച്ചിട്ട് നോക്കുമ്പോൾ 27,000 തന്നെ ഒരു റെക്കോർഡായിരുന്നു. 33 ആയപ്പോൾ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ ഈ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് നിറവേറ്റാൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.